അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങടെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ചെറുപ്പകാലഘട്ടങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളുടെ ചുണ്ടുകളിൽ നമ്മൾ പലപ്പോഴും കേട്ടൊരു വചനമാണിത്. ഇന്നും അത് പല ഘട്ടങ്ങളിലും പാടുകയും പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. വസൂരിയും മറ്റു ദണ്ണങ്ങളുമൊക്കെ മുൻകാലഘട്ടങ്ങളിൽ വ്യാപകമായിരുന്ന സമയത്ത് പാടിപ്പറഞ്ഞു പോകുന്ന വചനങ്ങളാണിത്. ഇന്നത്തെ അസുഖങ്ങളുടെ പേരുകൾ മാറി. ഷുഗറായി, കൊളസ്ട്രോളായി, അറ്റാക്കുകളായി, അങ്ങനെ പുതിയ പുതിയ രോഗങ്ങൾ പുതിയ പുതിയ പേരുകളിൽ നമുക്കിടയിലേക്ക് കടന്നു വന്നപ്പോൾ ആ രോഗങ്ങളുടെ പേര് പറഞ്ഞും ഇതേ പാട്ട് നമുക്കിടയിൽ പലപ്പോഴും പലരും പാടാറുണ്ട്. ബദറിന്റെ രണഭൂമിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടി ഷഹീദായ ആളുകൾ, ബദറിൽ പങ്കെടുത്ത് പിന്നീട് വർഷങ്ങളോളം ജീവിച്ച മഹത്തുക്കൾ, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കലും വിശ്വാസികളുടെ മനസ്സിലും വലിയ സ്ഥാനമുണ്ട്. അവർ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച അവരുടെ ജീവിതവും ആ ജീവിതത്തിന്റെ സന്ദേശവും നാം ഓരോരുത്തരും കൃത്യമായി പഠിച്ചാൽ യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് സമൂഹം കൊണ്ടു നടക്കുന്ന നിരർത്ഥകമായ സങ്കല്പങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓരോ ബദറിലെ ശുഹദാവും അള്ളാഹുവിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്. ആ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളിൽ നിന്ന് അവശേഷിച്ച മനുഷ്യർ അവരുടെ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളുമായി നൽകാൻ തയ്യാറായവരാണ്. ആ ബദരീങ്ങളിൽ പ്രഗത്ഭനായ വ്യക്തിത്വമാണ് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബത്തിന്റെയൊക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഏതൊരു അവസ്ഥയിലായിരുന്നു എന്ന് പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ എത്രത്തോളം അവർ തൃപ്തിപ്പെട്ടവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവും ബിലാൽ മുഅദ്ദിൻ, ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത മുത്തായ ബിലാൽ മുഅദ്ദിനുമൊക്കെ ഈ ലോകത്തോട് വിട പറയുന്നത് ഷാമിൽ വെച്ചുകൊണ്ടാണ്. ഷാമിൽ അവർ ഇസ്ലാമിക സമൂഹവുമായി മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ അമവാസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ വലിയ ഒരു പാൻഡമിക് കാലഘട്ടത്തിൽ പടർന്നു പിടിച്ചു. പ്ലേഗായിരുന്നു അത്. ആ പ്ലേഗിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കുതിരച്ചാടാൻ അവർക്ക് കഴിഞ്ഞില്ല. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള വിശ്വാസി സമൂഹവുമായി ഷാമിന്റെ മണ്ണിലൂടെ മുന്നോട്ട് ഗമിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതുന്നുണ്ട് അദ്ദേഹത്തിന്. ആ നാടാകെ പ്ലേഗ് പടർന്നു പിടിക്കുന്നു എന്ന് മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തിരിച്ച് മദീനയിലേക്ക് വിളിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു തന്ത്രം, താങ്കളെ കൊണ്ട് വലിയ ഒരു ആവശ്യം മദീനയിൽ വന്നിരിക്കുന്നു, വേഗം ഇങ്ങോട്ട് വരൂ, ഈ കത്ത് കിട്ടിയാലുടൻ നിങ്ങൾ മടങ്ങി വരൂ എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കത്തെഴുതുമ്പോൾ ആ കത്ത് വായിച്ചുകൊണ്ട് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന് തത്സമയം തന്നെ മറുപടി എഴുതി, ഞാൻ വിശ്വാസി സമൂഹവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഈ സാഹചര്യത്തിൽ മടങ്ങി വരാൻ ഞാൻ തയ്യാറല്ല, ഞാൻ ഒരുക്കമല്ല, അതുകൊണ്ട് എന്നെയും എന്റെ കൂടെയുള്ളവരെയും ഈ വഴിയിൽ വിട്ടേക്കൂ ഉമർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറുപടി എഴുതിയത്. അങ്ങനെ മറുപടി എഴുതാൻ കാരണമായത് അദ്ദേഹത്തിന് മനസ്സിലായി ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള തന്ത്രം പ്രയോഗിച്ചതാണത് എന്ന്. ആ മറുപടി ഉമർ റളിയല്ലാഹു അൻഹു കയ്യിൽ കിട്ടിയപ്പോ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. കൂടെയുള്ള ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് താങ്കൾ കരയുന്നത്? അബൂ ഉബൈദ മരിച്ചുവോ? ഇതായിരുന്നു കൂടെയുള്ളവർ ചോദിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, അദ്ദേഹം മരണത്തിലേക്ക് അതിന്റെ വക്കത്താണുള്ളത്, അധികം താമസിയാതെ അദ്ദേഹം മരണത്തിലേക്ക് വീണുപോകും എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും അറിയാം, ബദറിന്റെ രണഭൂമിയിൽ പോരാടിയ ബദരീങ്ങളിൽ രണ്ടുപേർക്കും അറിയാം പ്ലേഗ് ബാധിച്ച് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്നു എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു അത് മനസ്സിലാക്കി, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അത് മനസ്സിലാക്കി. അവർ മനസ്സിലാക്കിയതുപോലെ തന്നെ സംഭവിച്ചു. പ്ലേഗ് ബാധിച്ചുകൊണ്ടാണ്
അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന ബദരീങ്ങളിൽ പ്രഗത്ഭനായ ഇസ്ലാമിക ചരിത്രത്തിലെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ അമീൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് പ്ലേഗ് ബാധിച്ചുകൊണ്ടാണ്. ആ സ്ഥാനത്തേക്ക് പിന്നെ കടന്നു വരുന്നത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ, എനിക്കും എൻ്റെ കുടുംബത്തിനും നീ രേഖപ്പെടുത്തിയ ഓഹരി തന്നേക്കണേ എന്നാണ്. അതായത് പ്ലേഗിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. അതാണ് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തത്, എനിക്കും എൻ്റെ കുടുംബത്തിനും നീ രേഖപ്പെടുത്തിയ ഓഹരി ഇന്ന് തന്നേക്ക് എന്ന് റബ്ബിനോട് ദുആ ചെയ്തു. അദ്ദേഹത്തിന്റെ മകൻ അവിടെ പിടഞ്ഞു വീണു മരിച്ചു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവും പ്ലേഗ് ബാധിച്ചു മരിച്ചു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലെ മുഅദ്ദിനായ, ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത മുത്തായ ബിലാൽ മുഅദ്ദിനും ആ ഷാമിൽ വെച്ചുകൊണ്ട് പ്ലേഗ് ബാധിച്ചു മരിച്ചു. ഇതാണ് ബദരീങ്ങളുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം. പക്ഷേ പലപ്പോഴും നമ്മുടെ സമൂഹം ബദരീങ്ങളെ മനസ്സിലാക്കിയത് മാലപ്പാട്ടുകളിൽ നിന്നും, മൗലിദുകളിൽ നിന്നും, നാട്ടുമാമൂലുകളിൽ നിന്നും, ഖാദികന്മാരുടെ കഥാവിവരണങ്ങളിൽ നിന്നുമാണ്. അവരുടെ ജീവിതമെന്ത് എന്ന് പഠിക്കാൻ തയ്യാറായില്ല. അവരുടെ മനസ്സിൽ അവർ കൊണ്ടു നടന്ന ഈമാനിന്റെ ശക്തമായ കരുത്ത് ഉൾക്കൊള്ളാൻ ഈ ഉമ്മത്ത് തയ്യാറായില്ല. അതുകൊണ്ട് സമൂഹത്തിന്റെ സുരക്ഷിതത്വവും ആഖിറത്തിൽ നാളെ ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിലെത്താൻ സാഹചര്യമുണ്ടാവുകയും ചെയ്യുന്ന ആളുകൾ ബദരീങ്ങളുടെ ഈമാനികമായ അഭിനിവേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുവഹിദുകളാണ്. അതുകൊണ്ട് ഏതൊരു ആദർശത്തിനു വേണ്ടിയാണോ ബദരീങ്ങൾ പടവെട്ടിയത്, ഏതൊരു വഴിയിലാണോ അവർ ജീവിച്ചത്, എങ്ങനെയാണോ അള്ളാഹുവിനെ സംബന്ധിച്ചവർ മനസ്സിലാക്കി ഉൾക്കൊണ്ടത്, ആ വഴിയിൽ ജീവിക്കാനും ആ ബദരീങ്ങളുടെ വഴി ജീവിതത്തിന്റെ വഴിയായി സ്വീകരിക്കാനും നാം ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.